എല്ലാവർക്കും നമസ്കാരം. സിന്ധു ഭൈരവി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിന്ധു അരുൺ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സാവേരി രാഗത്തിലുള്ള ആദ്യ താളവർണ്ണം പഠിക്കാം. സാവേരി 15ാമത്തെ മേളകർത്ത രാഗമായ മായാമാളവ ഗൗളയുടെ ജന്യരാഗമാണ്. ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ എല്ലാ സ്വരങ്ങളുമുള്ള ഒരു രാഗമാണിത്. ഇതിന് ഔഡവ സമ്പൂർണ്ണ രാഗം എന്ന് പറയും. നമുക്കിതിൻ്റെ ആരോഹണം അവരോഹണം പാടി നോക്കാം. സ രി മ പ ധ സ സ നി ധ പ മ ഗ രി സ സ രി മ പ ധ സ സ നി ധ പ ഇതിന് മായാമാളവ ഗൗളയുടെ ശുദ്ധരിഷഭം തന്നെയാണ് ഇതിനും ചേർക്കുന്നത്. കാരണം മദർരാഗത്തിൻ്റെ സ്വരങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ വരുന്നത്. ഒരു ഉപാംഗ രാഗം തന്നെയാണ്. ഉപാംഗം എന്ന് പറഞ്ഞാൽ മദർരാഗത്തിൻ്റെ സ്വരങ്ങൾ മാത്രം വരുന്ന രാഗം. അപ്പം എന്നിരുന്നാൽ തന്നെയും മായാമാളവ ഗൗളയുടെ ഋഷഭം പാടുന്ന പോലെ അല്ല ഇതിന് പാടുന്നത്. സായോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഋഷഭമാണ് സാവേരിക്ക് പാടുന്നത്. നമ്മൾ സായിക്ക് ചെറിയൊരു വേവിഷ്നെസ് കൊടുത്ത് അപ്പോൾ ആ കിട്ടുന്ന രീതിയാണ് സാവേരിക്ക് നമ്മൾ പാടുന്നത്. സാ രി ഇത്തരത്തിലേ പാടുള്ളൂ. മായാമാളവ ഗൗളയ്ക്കാണെങ്കിൽ സ രി എന്ന് പാടും. അപ്പോൾ സാവേരിക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ഋഷഭമാണ് പ്രയോഗിക്കുന്നത്. സാവേരി എന്ന രാഗം വളരെ നന്നായിട്ട് മനസ്സിലാക്കുന്നതിന് പറ്റിയ ഒരു കോമ്പോസിഷനാണിത്. സാവേരി രാഗത്തിൻ്റെ എല്ലാ എസൻസും എല്ലാ തരത്തിലുള്ള സഞ്ചാരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വർണ്ണമാണിത്. ഇതിൻ്റെ കമ്പോസർ വരുന്നത് കൊത്തവാസൽ വെങ്കട രാമയ്യർ എന്ന അദ്ദേഹമാണ്. നമുക്കിതിൻ്റെ പല്ലവി നോക്കാം. സ രി ഗ രി ഗ രി രി ഗ രി രി സ സ രി സ നി ധ ഗ രി രി ഗ രി സ നി ധ. ആദ്യത്തെ താളവട്ടം ഒന്നുകൂടെ. സ രി ഗ രി ഗ രി രി ഗ രി രി സ സ രി സ നി ധ ഗ രി രി ഗ രി സ നി ധ. പല്ലവിയുടെ രണ്ടാമത്തെ താളവട്ടം നോക്കാം. സ രി പ മ ഗ രി സ ധ ധ മ ഗ രി സ ധ സ രി മ പ ധ രി സ മ പ ധ നി ധ മ ഗ രി സ ധ നി ധ മ ഗ രി സ ധ. ഓരോ സ്വരങ്ങളും കണക്ട് ചെയ്താണ് വരുന്നത്. മാത്രമല്ല പഞ്ചമം വിട്ടു വരുന്നു. പഞ്ചമത്തിനെ അവിടെ ചേർത്തിട്ടില്ല. നീ ധ മ ഗ രി സ ധ. രണ്ടാമത്തെ താളവട്ടം ഒന്നുകൂടെ നോക്കാം. സ രി പ മ ഗ രി സ ധ ധ മ ഗ രി സ ധ സ രി മ പ ധ രി സ മ പ ധ നി ധ മ ഗ രി സ ധ. ഇത്രയാണ് പല്ലവി വരുന്നത്. നമുക്കൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. സ രി ഗ രി ഗ രി രി ഗ രി രി സ സ രി സ നി ധ ഗ രി രി ഗ രി സ നി ധ സ രി പ മ ഗ രി സ ധ ധ മ ഗ രി സ ധ സ രി മ പ ധ രി സ മ പ ധ നി ധ മ ഗ രി സ ധ. അടുത്ത അനുപല്ലവി. ധ ധ പ മ പ ധ രി മ പ ധ മ ഗ രി സ രി രി സ നി ധ നി ധ പ ധ പ മ പ ധ സ. ഒന്നുകൂടി നോക്കാം. ധ ധ
പ മ പദ രി മ പദ മ ഗ രി സരി രി സ നി ദ പദ പ മ പദ സ. അനുപല്ലവിയുടെ സെക്കൻഡ് താളവട്ടം. പദ സരി ഗരി രി ഗരി രി ഗരി സ നി ദ രി സ നി ദ പ ദ മ ഗ രി സ സ നി ദ. ഒന്നുകൂടി. പദ സരി ഗരി രി ഗരി രി ഗരി സ നി ദ രി സ നി ദ പ ദ മ ഗ രി സ സ നി ദ. അനുപല്ലവി ഒന്നുകൂടി നോക്കാം. ദ ദ പ മ പദ രി മ പദ മ ഗ രി സരി രി സ നി ദ പദ പ മ പദ സ. പദ സരി ഗരി രി ഗരി രി ഗരി സ നി ദ രി സ നി ദ പ ദ മ ഗ രി സ സ നി ദ. ചിട്ടസ്വരം. സരി ഗരി സരി സ ഗരി സ നി ദ പദ രി സ ഗരി ഗ സരി ദ സരി മ പ ദ ദ പ മ രി മ പദ സരി സ പ മ ദ പ നി ദ നി പദ മ പ സരി മ പദ നി ദ. 4 താളവട്ടമുണ്ട്. ചിട്ടസ്വരം. ഒന്നുകൂടെ. സരി ഗരി സരി സ ഗരി സ നി ദ രി സ ഗരി ഗ സരി ദ സരി മ പ ദ ദ പ മ രി മ പദ സരി സ പ മ ദ പ നി ദ നി പദ മ പ സരി മ പദ നി ദ. അടുത്ത പോർഷൻ, ബാക്കി ഭാഗം. നി ദ പ മ പ സ നി ദ പദ രി സ നി ദ പ മ ദ പ നി ദ പദ സരി ഗരി രി ദ ഗരി സ നി ദ ദ സ നി ദ പ മ ഗരി സ ഗരി സ നി ദ രി സ നി ദ പ മ ഗരി സ ദ. രണ്ടാമത്തെ പോർഷൻ ഒന്നുകൂടെ പാടാം. നി ദ പ മ പ സ നി ദ പദ രി സ നി ദ പ മ ദ പ നി ദ പദ സരി ഗരി രി ദ ഗരി സ നി ദ ദ സ നി ദ പ മ ഗരി സ ഗരി സ നി ദ രി സ നി ദ പ മ ഗരി സ ദ. ചിട്ടസ്വരം അത്രയാണ്. അത് ഒരുമിച്ചൊന്ന് പാടി നോക്കാം. സരി ഗരി സരി സ ഗരി സ നി ദ രി സ ഗരി ഗ സരി ദ സരി മ പ ദ ദ പ മ രി മ പദ സരി സ പ മ ദ പ നി ദ നി പദ മ പ സരി മ പദ നി ദ. നി ദ പ മ പ സ നി ദ പദ രി സ നി ദ പ മ ദ പ നി ദ പദ സരി ഗരി രി ദ ഗരി സ നി ദ ദ സ നി ദ പ മ ഗരി സ ഗരി സ നി ദ രി സ നി ദ പ മ ഗരി സ ദ സ ര സു ഉ ഡ. സാഹിത്യം നോക്കാം.
സരസൂട നീൻ നേ കോരി ഒന്നുകൂടി സരസൂട നീൻ നേ കോരി ചല മാറൂലു രണ്ടാമത്തെ താളവട്ടം ഒന്നുകൂടെ നോക്കാം. ചല മാറൂലു അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പാടാം. സരസൂട നീ നേ കോരി ചല മാറൂലു ഇത്രയുമാണ് പല്ലവി. നമുക്കടുത്ത് അനുപല്ലവി നോക്കാം. ഒന്നുകൂടി അടുത്ത താളവട്ടം. ഒന്നുകൂടി അനുപല്ലവി ഒന്നുകൂടെ ചേർത്ത് പാടാം. സരി ഗരി സരി സഗരി സനിദ സഗരി ഗസരി ഗസരി മപ ദദ പമരി മപ ദസരി സ പമദ പനി ധനി പദ മപ സരി മപ ധനി ധ നിദ പമ പ സ നിദ പദ രി സ നിദ പമദ പനിദ പദ സരി ഗരി രി ദ ഗരി സ നിദ ദ സ നിദ പമ ഗരി സ ഗരി സ നിദ രി സ നിദ പമ ഗരി സദ സരസൂട പല്ലവി അനുപല്ലവി ചിട്ടസ്വരം കഴിഞ്ഞു. അടുത്ത് നമുക്ക് ചരണം നോക്കാം. ചരണത്തിൻ്റെ സ്വരം വരുന്നത് ഗ മ പ ദ സ നി ദ പ
വരുന്നത് ദ നീ പൈ രേ ന ഉ ന ഈ വേ ള. ഫസ്റ്റ് സ്വരം ദ പ ദ പ മ ഗ രി മ പ ദ നീ ദ പ മ ദ നീ പൈ രേ ന ഉ ന ഈ വേ ള. രണ്ടാമത്തെ സ്വരം സ്വരങ്ങൾ ഓരോ തവണ പാടി അങ്ങ് പോവുകയാണ്, കാരണം കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചരണമാണിത്. അതുകൊണ്ട് ദ നീ പ ദ പ മ പ ദ നീ ദ മ ഗ രി സ ദ സ രി മ പ ദ സ രി മ പ മ നീ ദ പ മ ദ നീ പൈ രേ ന ഉ ന ഈ വേ ള. മൂന്നാമത്തെ സ്വരം ദ നീ ദ മ ഗ രി നീ ദ മ ഗ രി സ ദ മ ഗ രി സ ഗ രി സ നീ ദ രി സ നീ ദ പ ദ സ രി മ പ ദ മ പ ദ സ നീ ദ രി സ നീ ദ പ ദ സ രി ഗ ദ സ രി പ ദ സ മ പ ദ ഗ രി സ നീ ദ പ മ ദ നീ പൈ രേ ന ഉ ന ഈ വേ ള. നാലാമത്തെ സ്വരം കുറച്ച് ലെങ്തിയാണ്. സ രി സ നീ ദ പ മ ഗ രി സ ദ സ പ മ ദ പ നീ ദ പ മ പ ദ സ നീ ദ പ ദ നീ ദ പ മ പ ദ മ ഗ രി നീ ദ പ മ സ നീ ദ പ രി സ നീ ദ പ ദ മ ഗ രി സ സ ദ സ രി മ പ രി മ പ ദ പ മ പ ദ സ മ പ ദ സ രി ഗ രി രി സ നീ ദ രി സ നീ ദ പ ദ പ മ ഗ രി മ പ ദ സ രി ഗ രി സ നീ ദ പ മ ഗ രി സ രി മ പ ദ നീ പൈ രേ ന ഉ ന ഈ വേ ള. അഞ്ചാമത്തെ സ്വരം ദ രി സ നീ ദ പ മ ഗ രി സ നീ ദ രി സ നീ ദ സ രി മ ഗ രി മ പ ദ പ മ പ ദ നീ ദ പ മ ഗ രി മ പ ദ പ ദ മ പ രി മ പ ദ സ രി മ പ ദ നീ ദ മ ഗ രി സ ദ മ ഗ രി സ മ ഗ രി സ നീ ദ സ രി മ ഗ രി മ പ ദ സ രി ദ സ രി മ പ ദ സ നീ ദ സ രി ഗ രി മ ഗ രി സ നീ ദ പ ദ സ രി ഗ സ രി മ പ ദ നീ പ ദ സ രി മ പ ദ നീ പൈ രേ ന ഉ ന ഈ വേ ള.
ഇത്രയുമാണ് ഈ സാവേരി വർണ്ണം. വളരെ സ്ലോലി പഠിക്കേണ്ടവർക്ക് പഠിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഞാൻ ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് പ്രയോജനപ്രദമാകും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.